ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് 27 അപ്പോൾ 27 എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സക്കാത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കുന്ന വീഡിയോ അല്ല ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് മറ്റൊന്നാണ്. അപ്പോൾ ഈ സക്കാത്ത് 27 സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് 2 തരം സക്കാത്തുള്ളത്. ഒന്ന് ഫിത്തർ സക്കാത്തും ഒന്ന് സാധാരണ സക്കാത്തും. ഫിത്തർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് മുന്നേ മാസം കണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേ കൊടുക്കേണ്ട സാധനമാണ്. അത് ഞാൻ അന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇന്ന് സാധാ സക്കാത്ത് കൊടുക്കേണ്ടവർ ആരൊക്കെ, അത് കിട്ടേണ്ടവർ ആർക്കൊക്കെ എന്നാണ് എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് ഇത് കൊടുക്കുന്ന ആൾക്കാർ ഒരു വാർഷികാടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ട് ഒരു വർഷത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പലപ്പോഴും നമ്മളത് ഈ നോമ്പ് വന്നു കഴിഞ്ഞ് 27 ഒരു വർഷം കണക്കാക്കിയിട്ട് വാർഷികാടിസ്ഥാനത്തിൽ ഒരു വർഷം ഒരാൾക്ക് എത്ര വരുമാനം വന്നു, അതിൽ നിന്ന് അവന്റെ കടബാധ്യത, അതുപോലെ തന്നെ അവന്റെ ചെലവ് കഴിഞ്ഞ് അവനക്ക് എത്ര ബാക്കിയായി സമ്പത്ത്, ആ സമ്പത്തിന്റെ 2.5% ആണ് അവൻ കൊടുക്കാൻ അർഹതപ്പെട്ടത്. ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഒരു വർഷം ഒരാൾ 2 ലക്ഷം റുപ്യ സമ്പാദിച്ചു. ആ 2 ലക്ഷത്തിൽ അവനക്ക് കടബാധ്യത, അവന്റെ ചെലവ് എല്ലാം കഴിഞ്ഞ് 1 ലക്ഷം അവന് ബാക്കിയായി. ആ 1 ലക്ഷത്തിന്റെ 2.5% അവൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 രൂപ അവൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഇനി ഇത് കിട്ടേണ്ടവർ ആരൊക്കെ? ഇത് കിട്ടേണ്ട അവകാശികൾ 8 അവകാശികളാണ്. ഒന്നാമത്തെ ആൾക്കാർ ദരിദ്രർ, രണ്ടാമത്തെ ആൾക്കാർ സാധുക്കൾ, മൂന്നാമത്തത് സക്കാത്തിന്റെ പ്രവർത്തകർ, 4 പുതു മുസ്ലിം, 5 മോചനപാത്രം എഴുതിയ അടിമ, 6 കടബാധിതർ, 7 യോദ്ധാവ്, 8 വഴിയാത്രക്കാർ. ഈ 8 വിഭാഗങ്ങൾക്കാണ് നമ്മൾ മെയിനായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത്. അവരാണ് യഥാർത്ഥ അവകാശികൾ. അപ്പോ എന്റെ വീഡിയോയിലെ കണ്ടന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇന്ന് 27 സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവാം, ഇനിയും കൊടുക്കാനുള്ളവരുണ്ടാവാം. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ കൊടുക്കുക. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.